തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി പോണേണ് ഗൈസ്. ആസ് യൂഷ്വൽ റൂട്ടിലൊന്നും ഒരു വണ്ടിയില്ല, എല്ലാം വടക്കുന്ന അതെല്ലാം ഉണ്ടാവും. പിന്നെ എന്താ പറയാ, അവിടെ എത്തിയപ്പോ നമുക്ക് ഒരു ഇഞ്ച് സ്ഥലം ഉണ്ടായിരുന്നില്ല, നല്ല തിരക്കായിരുന്നു. അങ്ങനെ സാധുക്ക എന്നെ പൊക്കി മതിൽമ കയറ്റിയിരുത്തി. സാധുക്ക കയറാൻ പറ്റാനുള്ള കുറെ പരിശ്രമത്തിനൊടുവിൽ സാധുക്ക തോൽവി സമ്മതിച്ചുകൊണ്ട് കടലാസ് എടുത്ത് നിലത്ത് വിരിച്ച് അവിടെ ഇരിക്കാന്നുള്ള തീരുമാനത്തിൽ ഞാൻ പിടിച്ചു വലിച്ച് മൂളി കയറ്റിരുത്തിയാൽ ചിലപ്പോൾ ഞാൻ നിലത്ത് വീഴും. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇൻട്രസ്റ്റ് എടുക്കാൻ നിന്നില്ല. സാധുക്ക രണ്ടും കൽപ്പിച്ച് നിലത്തിരിക്കാന്ന് വിചാരിച്ചു. പൂരം കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുണ്ടെങ്കിലും വീഡിയോ എനിക്ക് ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതങ്ങനെയാണല്ലോ. ഞാൻ ഇരിക്കണം അതിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യൂ കിടക്കുന്ന അതിന്റെ കാണാൻ പറ്റും. പിന്നെ ഞാൻ ഇരിക്കണതിന്റെ അപ്പുറത്തും നിറച്ച് പോലീസുകാരായിരുന്നു. കാരണം അവിടെ അങ്ങനെയാണല്ല, പൂരം വരുമ്പോ എന്തായാലും നിറച്ച് പോലീസുകാരുണ്ടാവും. അവരുടെ നടുക്കായിരുന്നു ഞാൻ. ഇപ്പൊ കുടമാറ്റം കണ്ടിട്ട് പോവാന്നുള്ള പ്ലാനിൽ നമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. കുടമാറ്റം 4:30 5 മണിക്ക് അങ്ങനെ എന്തോ ആയിരുന്നു ഗൈസ്. കുറെ നാൾ മുമ്പത്തെ വീഡിയോ ഉണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 4:30 4:45 അങ്ങനെ എന്തോ ആയിരുന്നു. ഈ വീഡിയോ ഇപ്പൊ കാണുമ്പോൾ ഞാൻ ശരിക്കും ശ്രദ്ധിക്കണേ, നിറച്ച് പോലീസുകാരുണ്ടായിരുന്നു എന്റെ അപ്പുറത്തൊക്കെ ആയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുടമാറ്റൊക്കെ കാണാൻ വേണ്ടി പോണേ. കഴിഞ്ഞതിന് മുമ്പത്തെ കഴിഞ്ഞ കൊല്ലം കണ്ട് ഇതേപോലെ സാധുക്ക് വന്നപ്പോ രാത്രി പൂരം കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ കുടമാറ്റവും ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് ഞാൻ പിന്നെ കുറെ നേരം അവിടെ അലഞ്ഞു തിരിഞ്ഞ് ലാസ്റ്റ് നമ്മളെ കുടമാറ്റം തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ അത് കണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ആനകളെ ഒന്നിച്ചൊക്കെ ഇങ്ങനെ കാണണേ. ഞാൻ പറഞ്ഞില്ലേ, രാത്രിയാണ് ഞാൻ തൃശ്ശൂർ പൂരത്തിന് വന്നേക്കണത്. സാധുക്കട കൂടെ ഇങ്ങനെ കുടമാറ്റം സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൂരം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പല്ലേ അവിടെ പടക്കം പൊട്ടിട്ട് കുറേ മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലും അടിപൊളിയായിട്ടാണ് പൂരം സാധാരണ ഉണ്ടാവാറ്. ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നുമില്ല എന്നൊക്കെയാണ് അവിടെ ഉള്ളവർ പറയുന്നത്. പൂരം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ കണ്ടാണ് ഇയാൾ ഇങ്ങനെ കൈയൊക്കെ മുറിച്ച് ബ്ലഡൊക്കെ വരുത്തി ഓരോന്നൊക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ ആ ചാട്ടവാറ് പോലത്തെ സാധനം കൊണ്ട് ഇയാൾ സ്വയം മേലടിക്കുക, ഇങ്ങനെ ഡാൻസ് കളിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂരം കണ്ടിറങ്ങിയാലും എല്ലാവരും ഇയാളുടെ ഈ കാണിക്കലും കണ്ട് അവിടെ നിൽക്കാറുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു. ഓൾറെഡി നല്ല തിരക്കായിരുന്നു. ലാസ്റ്റ് പോലീസുകാർ വന്ന് ഓടിപ്പിച്ചപ്പോൾ ഇയാൾ പോയത്.